നമ്മൾ ചുറ്റും കാണുന്ന ഈ ലോകം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതെങ്ങനെയാണ് സാധിക്കുന്നതെന്ന്? വെറും പ്രകാശം നമ്മുടെ തലച്ചോറിന് മനസ്സിലാകുന്ന മനോഹരമായ ചിത്രങ്ങളായി മാറുന്ന ആ ഒരു മാന്ത്രിക വിദ്യയുണ്ടല്ലോ, അതിന്റെ രഹസ്യം നമുക്ക് ഒരുമിച്ച് കണ്ടെത്താം. നിങ്ങൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ കാണുന്ന ആ കറുത്ത കുഞ്ഞുവട്ടമില്ലേ, അതാണ് കൃഷ്ണമണി. നമ്മുടെ ഈ കാഴ്ചയുടെ ലോകത്തേക്കുള്ള ഒരു പ്രവേശന കവാടം. പക്ഷേ ഇതൊരു വെറും വാതിലല്ല കേട്ടോ. സാഹചര്യങ്ങൾക്കനുസരിച്ച് വലുതാവുകയും ചെറുതാവുകയും ചെയ്യുന്ന ഒരു മാന്ത്രിക വാതിലാണ്. അപ്പോ ഇതാണ് നമ്മുടെ മുന്നിലുള്ള പ്രധാന ചോദ്യം. ഭൂമിയിലെ ഏറ്റവും അഡ്വാൻസ്ഡായ ഈ ക്യാമറയുടെ അപ്പർച്ചർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? നല്ല വെളിച്ചത്തിലും ഇരുട്ടിലും ഒരേപോലെ വ്യക്തമായി കാണാൻ ഈ കുഞ്ഞൻ ദ്വാരം നമ്മളെ എങ്ങനെയാണ് സഹായിക്കുന്നത്? നമുക്ക് നോക്കാം. കണ്ണ് ലോകത്തേക്കുള്ള ഒരു ജനൽ മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിലേക്കുള്ള ഒരു ഹൈ സ്പീഡ് ഡേറ്റ കേബിളാണ്. ചുറ്റുമുള്ള കോടിക്കണക്കിന് വിവരങ്ങൾ ഞൊടിയിടയിൽ ശേഖരിച്ച് തലച്ചോറിന് അയച്ചു കൊടുക്കുന്ന ഒരു സൂപ്പർ സെൻസർ. അതായത് കാഴ്ച എന്നത് വെറുതെ കാണലല്ല, അതൊരു തിരിച്ചറിവാണ്. സിമ്പിളായി പറഞ്ഞാൽ കണ്ണ് ഒരു ട്രാൻസ്ലേറ്ററെ പോലെയാണ്. പുറത്തുള്ള പ്രകാശത്തിന്റെ ഭാഷയെ തലച്ചോറിന് മാത്രം മനസ്സിലാകുന്ന ഇലക്ട്രിക്കൽ സിഗ്നലുകളാക്കി മാറ്റുന്നു. ഈ ഒരു വിവർത്തനമാണ് നമ്മൾ കാഴ്ചയായിട്ട് അനുഭവിക്കുന്നത്. ഇനി നമുക്ക് ഒരു കുഞ്ഞു പ്രകാശകണത്തിന്റെ, അതായത് ഒരു ഫോട്ടോണിന്റെ കൂടെ ഒരു യാത്ര പോയാലോ? പുറം ലോകത്തുനിന്ന് തുടങ്ങി നമ്മുടെ തലച്ചോറിന്റെ ഉള്ളറകളിലേക്കെത്തുന്ന ആ സാഹസികമായ യാത്രയുടെ ഓരോ ഘട്ടവും നമുക്ക് നേരിട്ട് കാണാം. അപ്പോ പ്രകാശം ആദ്യം കണ്ണിന്റെ മുൻവശത്തുള്ള സുതാര്യമായ കോർണിയയിലൂടെ അകത്തേക്ക് കടക്കുന്നു. അവിടെ നിന്ന് നേരെ കൃഷ്ണമണി, പിന്നെ ലെൻസ്, കണ്ണിനുള്ളിലെ ജെല്ലി പോലെയുള്ള ദ്രവം, ഇവയെല്ലാം കടന്ന് അവസാനം കണ്ണിന്റെ പുറകിലുള്ള റെറ്റിന എന്ന സ്ക്രീനിൽ ചെന്ന് പതിക്കുന്നു. ഒരു ക്യാമറയുടെ അപ്പർച്ചർ പോലെ തന്നെ കൃഷ്ണമണി ഒരു ഓട്ടോമാറ്റിക് ലൈറ്റ് കൺട്രോളറാണ്. ഇരുട്ടുള്ള ഒരു മുറിയിലേക്ക് കയറുമ്പോൾ കൂടുതൽ വെളിച്ചം കിട്ടാൻ വേണ്ടി അത് വലുതാകും. നല്ല വെയിലത്തേക്കിറങ്ങുമ്പോൾ നമ്മുടെ കണ്ണിന്റെ സെൻസറായ റെറ്റിനയെ സംരക്ഷിക്കാൻ അത് ചെറുതാകും. ഈ ചിത്രത്തിൽ കാണുന്നതുപോലെ ഇതെല്ലാം നടക്കുന്നത് ശരിക്കും നമ്മളൊന്നും അറിയാതെയാണ്. ഐറിസിലെ പേശികൾ ഒരു ഓട്ടോ പൈലറ്റിനെ പോലെ പ്രകാശത്തിനനുസരിച്ച് കൃഷ്ണമണിയുടെ വലുപ്പം ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും. ഏത് സാഹചര്യത്തിലും ഏറ്റവും മികച്ച കാഴ്ച കിട്ടാനും റെറ്റിനയെ സംരക്ഷിക്കാനും വേണ്ടി പ്രകൃതി ഒരുക്കിയ ഒരു അത്ഭുതകരമായ എഞ്ചിനീയറിംഗ്. ഓക്കെ, അപ്പോൾ വെളിച്ചം കറക്റ്റ് അളവിൽ കണ്ണിനകത്തെത്തി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? വരുന്ന പ്രകാശത്തെ എങ്ങനെ ഒരു ഷാർപ്പ് ചിത്രമാക്കി മാറ്റാം എന്നുള്ളതാണ്. ഇവിടെയാണ് നമ്മുടെ കണ്ണിന്റെ ലെൻസ് ഒരു സൂപ്പർ സ്റ്റാറായി മാറുന്നത്. നമ്മുടെ കണ്ണിന്റെ ഏറ്റവും അത്ഭുതകരമായ കഴിവുകളിലൊന്നാണിത്. ഒരു നിമിഷം കൊണ്ട് ദൂരെയുള്ള മലയും തൊട്ടുമുന്നിലിരിക്കുന്ന പുസ്തകവും ഒരേപോലെ തെളിമയോടെ കാണാൻ നമ്മളെ സഹായിക്കുന്നത് ലെൻസിന്റെ ഈ ഒരു സൂപ്പർ പവറാണ്. ഈ ചിത്രങ്ങളൊന്ന് നോക്കിക്കേ. നമ്മൾ ദൂരെയുള്ളൊരു കാഴ്ച കാണുമ്പോൾ ലെൻസിനെ നിയന്ത്രിക്കുന്ന പേശികൾ റിലാക്സ് ചെയ്യും, അപ്പോൾ ലെൻസ് നേർത്തതാകും. പക്ഷേ ഒരു പുസ്തകം വായിക്കുമ്പോൾ ആ പേശികൾ മുറുങ്ങുകയും ലെൻസിന് കനം കൂടുകയും ചെയ്യും. ഈ ഒരു രൂപമാറ്റമാണ് നമ്മുടെ കണ്ണിന്റെ സൂപ്പർ പവർഫുൾ ഓട്ടോ ഫോക്കസ് സിസ്റ്റം. നമ്മുടെ ഫോട്ടോണിന്റെ യാത്ര അതിന്റെ അവസാന ലക്ഷ്യസ്ഥാനത്ത് എത്തുകയാണ്, റെറ്റിന. ഇവിടെയാണ് യഥാർത്ഥ മാജിക് നടക്കാൻ പോകുന്നത്. പ്രകാശം എന്ന ഭൗതിക പ്രതിഭാസം ചിന്തയുടെയും അനുഭവത്തിന്റെയും ഭാഷയായ ഇലക്ട്രിക്കൽ സിഗ്നലുകളായി മാറുന്ന ആ നിർണായക നിമിഷം ഒരു ഡിജിറ്റൽ ക്യാമറയുടെ സെൻസർ പോലെയാണ് റെറ്റിന എന്ന് പറയാം. ലെൻസ് ഫോക്കസ് ചെയ്ത് കൊണ്ടുവരുന്ന ചിത്രം പതിക്കുന്നത് ഈ അതിസൂക്ഷ്മമായ സ്ക്രീനിലാണ്. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്, 9 കോടിയിൽ കൂടുതൽ. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരു ഹൈ ഡെഫിനിഷൻ സ്ക്രീനിലെ പിക്സലുകളെക്കാൾ എത്രയോ മടങ്ങ് കൂടുതൽ പ്രകാശ സംവേദനക്ഷമതയുള്ള കോശങ്ങൾ നമ്മുടെ ഓരോ കണ്ണിന്റെയും പിന്നിലുണ്ട്. ഇത്രയും ചെറിയൊരിടത്തെ ഈ ഒരു സാങ്കേതിക മികവ് അത്ഭുതം തന്നെയല്ലേ? നമ്മുടെ റെറ്റിനയിൽ 2 തരം സ്പെഷ്യലിസ്റ്റുകളുണ്ട്. ഒന്ന്, രാത്രിയിൽ നക്ഷത്രങ്ങളെ കാണാനും ഇരുട്ടിൽ വഴി കണ്ടെത്താനും നമ്മളെ സഹായിക്കുന്ന റോഡ് കോശങ്ങൾ. പിന്നെ പകൽ വെളിച്ചത്തിൽ പൂക്കളുടെ ഭംഗിയും മഴവില്ലിന്റെ നിറങ്ങളും ആസ്വദിക്കാൻ സഹായിക്കുന്ന കോൺ കോശങ്ങൾ. ഒന്ന് നൈറ്റ് വിഷൻ സ്പെഷ്യലിസ്റ്റ്, മറ്റൊന്ന് കളർ വിഷൻ സ്പെഷ്യലിസ്റ്റ്. അപ്പോ ഇതാണ് ആ നിർണായക നിമിഷം. പ്രകാശം ഒരു വൈദ്യുത സ്പന്ദനമായി മാറി. ഇതോടെ കണ്ണിന്റെ ജോലി ഏതാണ്ട് കഴിഞ്ഞു. ഇനി ഈ സിഗ്നലുകൾ ഒപ്റ്റിക് നാഡി എന്ന സൂപ്പർ ഹൈവേയിലൂടെ അതിന്റെ അവസാന ലക്ഷ്യസ്ഥാനമായ തലച്ചോറിലേക്ക് കുതിക്കുകയാണ്. യാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് സ്വാഗതം. കാരണം കണ്ണയക്കുന്നത് റെഡിമെയ്ഡ് ചിത്രങ്ങളല്ല, മറിച്ച് കോടിക്കണക്കിന് ഡേറ്റ പോയിന്റുകളാണ്.
ഈ ഡേറ്റയെല്ലാം കൂട്ടിച്ചേർത്ത് നമുക്ക് പരിചിതമായ നിറങ്ങളും രൂപങ്ങളുമുള്ള ഒരു ലോകം നിർമ്മിച്ചെടുക്കുന്നത് നമ്മുടെ തലച്ചോറാണ്. നമ്മുടെ തലച്ചോറ് ഒരു അടിപൊളി ആർട്ടിസ്റ്റിനെ പോലെയാണ്. ചുവപ്പ്, പച്ച, നീല എന്നീ 3 അടിസ്ഥാന നിറങ്ങൾ മാത്രം സ്വീകരിച്ച് ഈ കോൺ കോശങ്ങളിൽ നിന്നുള്ള സിഗ്നലുകളെ പല അനുപാതത്തിൽ കൂട്ടിച്ചേർത്ത് നമ്മൾ കാണുന്ന ലക്ഷക്കണക്കിന് നിറങ്ങൾ അത് ഉണ്ടാക്കിയെടുക്കുന്നു. എന്തുകൊണ്ടാണ് നമുക്ക് ലോകം ഒരു 3D സിനിമ പോലെ കാണാൻ പറ്റുന്നത്? കാരണം നമുക്ക് 2 കണ്ണുകളുണ്ട്. നിങ്ങളുടെ വിരൽ മുന്നിൽ പിടിച്ചിട്ട് ഓരോ കണ്ണായി അടച്ചു നോക്കിക്കേ. വിരലിന്റെ സ്ഥാനം മാറുന്നതായി കാണുന്നില്ലേ? ഈ 2 കാഴ്ചകളെയും തലച്ചോറ് ഒരുമിപ്പിക്കുമ്പോഴാണ് നമുക്ക് വസ്തുക്കളുടെ ദൂരവും ആഴവും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്രയും കോംപ്ലിക്കേറ്റഡും സെൻസിറ്റീവുമായ ഒരു സിസ്റ്റമാണ് നമ്മുടെ കണ്ണ്, അല്ലേ? അപ്പോ ഈ അത്ഭുതജാലകത്തെ നമ്മൾ എങ്ങനെ സംരക്ഷിക്കും? ഹ്രസ്വദൃഷ്ടി, ദീർഘദൃഷ്ടി അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ലെൻസ് അധാര്യമാകുന്ന തിമിരം പോലുള്ള പ്രശ്നങ്ങൾ ഇന്ന് വളരെ സാധാരണമാണ്. എന്നാൽ സന്തോഷവാർത്ത എന്താണെന്നാൽ ശരിയായ ലെൻസുകൾ ഉപയോഗിച്ചോ ലളിതമായ ശസ്ത്രക്രിയകൾ വഴിയോ ഇവയെല്ലാം എളുപ്പത്തിൽ പരിഹരിക്കാൻ ഇന്നത്തെ വൈദ്യശാസ്ത്രത്തിന് കഴിയും. നമ്മുടെ കാഴ്ചയുടെ ആരോഗ്യം ശരിക്കും നമ്മുടെ കയ്യിൽ തന്നെയാണ്. നല്ല ഭക്ഷണം കഴിക്കുക, സ്ക്രീൻ ഉപയോഗം കുറയ്ക്കുക, കൃത്യമായി കണ്ണ് പരിശോധിക്കുക, ഈ ലളിതമായ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി ഈ ലോകത്തിന്റെ ഭംഗി നമുക്കെക്കാലവും ആസ്വദിക്കാൻ. നേത്രദാനം ഒരു മഹത്തായ പ്രവൃത്തിയാണ്. കാഴ്ച എന്ന അനുഗ്രഹത്തിന്റെ വില അത് നമ്മളെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾ ഈ ലോകത്തിന്റെ ഭംഗി കാണുമ്പോൾ ഒരു നിമിഷം ഓർക്കുക, നിങ്ങൾ കാണുന്ന ഈ നിറങ്ങളും രൂപങ്ങളും എത്രത്തോളം അമൂല്യമാണെന്ന്. നമ്മുടെ കണ്ണ് പ്രകൃതിയുടെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിലൊന്നാണ്.